പ്ലസ് ടുവിന് ശേഷം കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾ ബിടെക്, BCA, BSc കമ്പ്യൂട്ടർ സയൻസ് ഇവയിൽ ഏത് തിരഞ്ഞെടുക്കണം എന്ന കൺഫ്യൂഷനിലാണോ? എൻ്റെ 15 വർഷത്തെ അനുഭവത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ ഒന്നാണ് ഇത്. നമസ്കാരം, ഞാൻ രാംജിത്ത്. വെൽക്കം ടു രാമിഫിക്കേഷൻ. ബിടെക് കമ്പ്യൂട്ടർ സയൻസ്, BCA, BSc കമ്പ്യൂട്ടർ സയൻസ് ഇവ മൂന്നും കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ട UG പ്രോഗ്രാംസ് ആണ്. ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബിടെക് ഒരു 4 വർഷ പ്രൊഫഷണൽ ഡിഗ്രി പ്രോഗ്രാമാണ്. ഇതിലേക്ക് ടോപ്പ് ടയർ എഞ്ചിനീയറിംഗ് കോളേജസിൽ പ്രവേശനം ലഭിക്കണമെങ്കിൽ കീം അതുപോലെ JEE പോലുള്ള പ്രവേശന പരീക്ഷകൾ എഴുതി വിജയിച്ചിരിക്കണം. BSc കമ്പ്യൂട്ടർ സയൻസ്, BCA എന്നിവ പൊതുവെ 3 വർഷ ഡിഗ്രി പ്രോഗ്രാമുകളാണ്. എന്നാൽ പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ചിട്ട് 4 വർഷം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഓണേഴ്സ് ഡിഗ്രി ലഭിക്കും. അതല്ല, നല്ല സ്കോഴ്സ് ഉണ്ട്, എന്നാൽ 3ാമത്തെ വർഷം എക്സിറ്റ് ആയാലും നിങ്ങൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ലഭിക്കും. BCAയിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ് പഠിക്കുന്നത്. ഓരോരോ സോഫ്റ്റ്വെയർ പ്രോഗ്രാമുകളും ഇവ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതുമാണ് പ്രധാനമായും ഇതിൻ്റെ സിലബസിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കൂടുതലും ആപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് ആണ്. എന്നാൽ BSc കമ്പ്യൂട്ടർ സയൻസ് കുറച്ചുകൂടെ തിയറി ഓറിയൻറ്റഡ് ആണ്. എന്നാൽ ബിടെക് ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു മിക്സാണ് വരുന്നത്. ഇതിൽ ഒരു കമ്പ്യൂട്ടർ എന്താണെന്നും ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻസ് ഇവയെല്ലാം തന്നെ വളരെ വിശദമായി നമ്മൾ ബിടെക്കിൽ പഠിക്കുന്നുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് പഠിക്കാൻ താല്പര്യമില്ല എങ്കിൽ ബിടെക്കിന് പോകാതെ ഇരിക്കുന്നതാവും നല്ലത്. കാരണം ബിടെക് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നതിന് മാത്തമാറ്റിക്സ്, ഫിസിക്സ് വിഷയങ്ങളിൽ നിങ്ങൾക്കൊരു അഭിരുചി ഉണ്ടായിരിക്കണം. ബിടെക് കമ്പ്യൂട്ടർ സയൻസിൽ വളരെ വിശദമായി തന്നെ മാത്തമാറ്റിക്സ് പഠിക്കാനുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് അനലിറ്റിക്കൽ സ്കിൽസ്, പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഇവ രണ്ടും ഉണ്ടായിരിക്കുകയും വേണം. BSc, BCA ഇവ രണ്ടും പഠിക്കുന്നതിന് മാത്തമാറ്റിക്സ് അത്ര വിശദമായി അറിയണം എന്ന് നിർബന്ധമില്ല. അത്യാവശ്യം കണക്കറിഞ്ഞാൽ മാത്രം മതിയാകും. ഇനി ഉപരിപഠന സാധ്യതകളിലേക്ക് വന്നാൽ ബിടെക് കഴിഞ്ഞ കുട്ടികൾ PGക്കായി പൊതുവെ തിരഞ്ഞെടുക്കുന്നത് MTech ആണ്. ഇവർക്ക് MCA പഠിക്കാനും MSc കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാനുമുള്ള സാധ്യതകളുണ്ട്. BCA കഴിഞ്ഞവർക്ക് MCA ആണ് ഉപരിപഠന സാധ്യത. BSc കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞവർക്ക് MCAക്കോ അല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസിനോ പോകാൻ സാധിക്കും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, BCA, BSc കോഴ്സുകൾ 4 വർഷം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഓണേഴ്സ് ഡിഗ്രി ആയിരിക്കും ലഭിക്കുക. ഇത്തരത്തിൽ ഓണേഴ്സ് ഡിഗ്രി ലഭിച്ച കുട്ടികൾക്ക് 1 വർഷം കൊണ്ട് PG കോഴ്സുകൾ പൂർത്തിയാക്കാൻ സാധിക്കും. ജോലി സാധ്യതയിലേക്ക് വന്നാൽ എഞ്ചിനീയറിംഗ് ഒരു പ്രൊഫഷണൽ ഡിഗ്രി ആയതുകൊണ്ടും പൊതുവെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പ്ലേസ്മെന്റ് സെല്ലുകളുടെ പ്രവർത്തനം സാധാരണ ഡിഗ്രി കോളേജുകളേക്കാൾ മെച്ചപ്പെട്ടതായതുകൊണ്ടും കമ്പനികൾ കൂടുതലും ക്യാമ്പസ് റിക്രൂട്ട്മെന്റിനായി എഞ്ചിനീയറിംഗ് കോളേജിലേക്കാണ് വരാറുള്ളത്. അവരുടെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും എഞ്ചിനീയറിംഗ് കോളേജുകൾ ആയിരിക്കും. കഴിവുള്ള BCA ഗ്രാജുവേറ്റ്സിനും ഓഫ് ക്യാമ്പസ് ഡ്രൈവുകൾ വഴി പഠിച്ചിറങ്ങിയ ഉടൻ തന്നെ ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ എന്തുകൊണ്ട് BSc കമ്പ്യൂട്ടർ സയൻസ് ഇവിടെ പറഞ്ഞില്ല എന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ BSc കമ്പ്യൂട്ടർ സയൻസ് കൂടുതലും തിയറി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. പൊതുവെ കണ്ടുവരുന്നത് BSc കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ കുട്ടികൾ ഉപരിപഠനത്തിനായി പോവുകയും അതുവഴി ടീച്ചിങ് മേഖലയിലേക്ക് തിരിയുകയുമാണ് പതിവ്. ഇനി നിങ്ങൾ എവിടെ പഠിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ എൻ്റെ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ബിടെക് പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഏറ്റവും മികച്ച കോളേജുകൾ തന്നെ അതിനായി തിരഞ്ഞെടുക്കുക. ടോപ്പ് ടയർ എഞ്ചിനീയറിംഗ് കോളേജസ് തന്നെ അതിനായി തിരഞ്ഞെടുക്കുക. ബിടെക് ആയാലും BCA ആയാലും BSc കമ്പ്യൂട്ടർ സയൻസ് ആയാലും നിങ്ങളുടെ സ്കിൽസ് ആണ് ഏറ്റവും പ്രധാനം. സ്കിൽസ് ഉള്ള കുട്ടികൾക്ക് എപ്പോഴും ജോലി സാധ്യതകളും വളരെ വിശാലമാണ്. നിങ്ങൾക്ക് ഈ 3 കോഴ്സുകളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അവയ്ക്ക് ഉത്തരം ഞാൻ കമൻ്റായി തന്നെ നൽകാം. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.